പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് സ്ഥലമാറ്റം നടപടി നേരിട്ട കെഎസ്ആർടിസി ഡ്രൈവർ ജെയ്മോൻ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ശേഷം വാഹനം തടഞ്ഞ മന്ത്രി ഗണേഷ് കുമാർ മോശമായി പെരുമാറിയെന്ന് ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ കെഎസ്ആർടിസിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, നേരത്തെ കെഎസ്ആർടിസി എടുത്ത ഈ മന്ത്രിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കെഎസ്ആർടിസി എടുത്ത നടപടി, അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ അത് നിയമപരമായി കൂടി നേരിടാൻ ജെയ്മോൻ ജോസഫ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആയൂരിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വാഹനത്തിന് മുന്നിൽ കുപ്പികൾ നിരത്തിയിട്ടു എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ നടപടി എടുത്തത്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കോടതിയിൽ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ഥലം മാറ്റം അന്യായമാണ്, സാധാരണഗതിയിൽ ഒരാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല മന്ത്രി വാഹനം തടയുകയും അതിനനുസരിച്ച് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് പെരുമാറിയത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ആ രൂപത്തിൽ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നതുൾപ്പെടെയാണ് ആവശ്യം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗം കേട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവന മാത്രം അംഗീകരിച്ചുകൊണ്ടാണ് കെഎസ്ആർടിസി ഇപ്പോൾ ഈ തരത്തിൽ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥലം മാറ്റം റദ്ദാക്കണം, ഇത് തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയെ ജെയ്മോൻ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി കെഎസ്ആർടിസിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ധന്യ. ശരി മുസ്തഫ.